ഹലോ, വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിലീറ്റ്, അപ്ഡേറ്റ്, ഓൾട്ടർ ഇതൊക്കെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത് നമ്മുടെ DML കമാൻഡ്സ്, DDL കമാൻഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ക്വറീസൊക്കെ നമ്മളുടെ കഴിഞ്ഞു. നമ്മൾ ഏകദേശമൊക്കെ പഠിച്ചു. ക്രിയേഷനും ഇൻസേർഷനും അപ്ഡേഷനും ഡിലീഷനും അതുപോലെ തന്നെ ഓൾട്ടർ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി നെക്സ്റ്റ് സെഷനിലേക്ക് നമ്മൾ പോവുകയാണ്. നെസ്റ്റഡ് ക്വറീസ്. നെസ്റ്റഡ് എന്ന് പറയുന്ന വേർഡ് നമുക്ക് പരിചയമുള്ള വേർഡാണ്. ലൂപ്പിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നെസ്റ്റഡ് ലൂപ്പ് എന്നൊക്കെ. അപ്പം നെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൻ്റെ ഉള്ളിൽ വേർഡൊന്ന്, അതിനെയാണ് നെസ്റ്റഡ് എന്ന് നമ്മൾ അറിയാം. അപ്പോൾ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ വേർഡൊരു ലൂപ്പ്, അതിനെയാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നെസ്റ്റഡ് ക്വറീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ക്വറി നമ്മൾ എഴുതുന്നുണ്ട്, സെലക്ട് സ്റ്റാർട്ട് ഫ്രം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്ന ക്വറിയില്ലേ, ആ ക്വറിയുടെ ഉള്ളിൽ വേറൊരു ക്വറീനെ പ്ലേസ് ചെയ്യുമ്പോഴാണ് നെസ്റ്റഡ് ക്വറി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കാനൊക്കെ സിമ്പിളാണ്. നെസ്റ്റഡ് എന്ന് പറയുന്ന വേർഡ് നമുക്ക് പരിചയമുള്ളതുകൊണ്ട്. അപ്പോൾ നെസ്റ്റഡ് ക്വറി എന്ന് വെച്ചാൽ എന്താണ്? ഒരു ക്വറിയുടെ ഉള്ളിൽ വേറൊരു ക്വറി ഇരിക്കുക. വി നോ ദാറ്റ് നെസ്റ്റഡ് മീൻസ് വൺ ഇൻസൈഡ് അനദർ അല്ലേ. ഇനി നെസ്റ്റഡ് ക്വറി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നെസ്റ്റഡിൽ ഔട്ടറുണ്ട് ഇന്നറുണ്ട് അല്ലേ. ഇപ്പോൾ ലൂപ്പിൻ്റെ പറയുകയാണെങ്കിൽ ഔട്ടർ ലൂപ്പുണ്ട്, ഇന്നർ ലൂപ്പുണ്ട്. ഇന്നർ ലൂപ്പ് ആയിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. അതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നെസ്റ്റഡ് ക്വറിയിലും. നെസ്റ്റഡ് ക്വറിയിൽ ഔട്ടർ ക്വറി ഉണ്ടായിരിക്കും, ഒരു ഇന്നർ ക്വറി ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നർ ക്വറീനെ ഉള്ളിലായിട്ട് നമ്മൾ എഴുതുന്ന ക്വറീനെ പറയുന്ന പേരാണ് സബ് ക്വറി. അപ്പോൾ നെസ്റ്റഡ് ക്വറിയിൽ ഇന്നർ ക്വറിയായിട്ട് നമ്മൾ എഴുതുന്നതിനെ പറയുന്ന പേരാണ് സബ് ക്വറി. ഔട്ടറിനെ ഔട്ടർ ക്വറി എന്ന് തന്നെ പറയും. അപ്പോൾ ഇന്നർ ക്വറി ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ഔട്ടർ ക്വറി വർക്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിലും നമ്മൾ എന്തോ ചെയ്യും? വേർഡ് ക്ലോക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. എളുപ്പമാണ്. എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് ഒരു ക്വറി ക്വസ്റ്റ്യൻ തരികയാണെന്നുണ്ടെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഓപ്പറേഷൻ കൂടെ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കൂടുതലും നെസ്റ്റഡ് ക്വറി യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സപ്പോസ് വി വോണ്ട് ടു ഡിസ്പ്ലേ ദ നെയിം ആൻഡ് കോഴ്സ് ഓഫ് ദി സ്റ്റുഡൻസ് ഹു ഹാവ് ദ ഹയസ്റ്റ് ഫാമിലി ഇൻകം അല്ലേ, ഹയസ്റ്റ് ഫാമിലി മന്ത്ലി ഇൻകം. ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു കുട്ടിയുടെ, സ്റ്റുഡൻറ്റിൻ്റെ നെയിമും കോഴ്സും ഡിസ്പ്ലേ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്കറിയാം സെലക്ട് നെയിം കോഴ്സ് ഫ്രം ടേബിളിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. നമുക്ക് ഫാമിലി ഇൻകം ഇത്ര, അല്ലെങ്കിൽ ഫാമിലി ഇൻകം ഇന്നതിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേർഡ് വെച്ചിട്ട് കണ്ടീഷൻ എഴുതിയാൽ മതി. പക്ഷേ ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട കുട്ടികളുടെ എങ്ങനെയുള്ളവരായിരിക്കണം? അവരുടെ ഫാമിലി മന്ത്ലി ഇൻകം ഹയ്യസ്റ്റ് ആയിട്ടുള്ള കുട്ടിയായിരിക്കണം. അതായത് നമ്മുടെ ടേബിളിൽ നിന്ന് ഫാമിലി മന്ത്ലി ഇൻകം, അതിൻ്റെ കോളം അല്ലേ, എഫ് ഇൻകം എന്ന് പറയുന്ന കോളത്തിൽ ഹയ്യസ്റ്റ് ഫാമിലി ഇൻകം വരുന്നത്, ഏറ്റവും കൂടുതൽ ഫാമിലി ഇൻകം ഉള്ള കുട്ടിയുടെ നെയിമും കോഴ്സുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഡിസ്പ്ലേ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? നമുക്ക് ക്വറി നോക്കാം. ക്വറി 9.39 സെലക്ട് നെയിം കോഴ്സ് ഫ്രം സ്റ്റുഡൻറ്റ് 2015. നമ്മുടെ ടേബിൾ മാറിയല്ലോ. അപ്പോൾ സെലക്ട് നെയിം കോഴ്സ് ഫ്രം സ്റ്റുഡൻറ്റ് 2015 എഴുതി. നമുക്ക് നെയിമും കോഴ്സാണ് വേണ്ടത്. വേർഡ് എഫ് ഇൻകം ഈക്വൽ ടു എന്ന് കൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഹയസ്റ്റിന് എഴുതാൻ പറ്റില്ല, കാരണം ഹയസ്റ്റിനെ കണ്ടുപിടിക്കാൻ വേറൊരു ക്വറി നമുക്ക് വേണം. അപ്പോൾ വേർഡ് എഫ് ഇൻകം ഈക്വൽ ടു വേർഡൊരു ക്വറിയായിട്ട് നമ്മൾ എഴുതുക. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സെലക്ട് മാക്സ് ഓഫ് എഫ് ഇൻകം അല്ലേ. സെലക്ട് മാക്സ് ഓഫ് എഫ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഇൻകത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂവിനെ കണ്ടുപിടിക്കും. നമ്മൾ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ പഠിച്ചതല്ലേ, അതിലുള്ള ആളാണ് മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സ് ഓഫ് എഫ് ഇൻകം എന്ന് പറഞ്ഞിട്ട് ഫ്രം സ്റ്റുഡൻറ്റ് 2015 എന്ന് പറഞ്ഞ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടുക. അപ്പോൾ ഇന്നർ ലൂപ്പാണ് ഈ സെലക്ട് മാക്സ് ഓഫ് എഫ് ഇൻകം എന്ന് പറയുന്നതാണ് ഇന്നർ ലൂപ്പ്. അതായത് ഇന്നർ ലൂപ്പ് അല്ല, സബ് ക്വറി. ഇന്നർ ക്വറി അതായത് സബ് ക്വറി. അപ്പോൾ സെലക്ട് മാക്സ് ഓഫ് എഫ് ഇൻകം എന്ന് പറയുന്ന ക്വറി ആയിരിക്കും ആദ്യം വർക്ക് ചെയ്യുക. അതിനുശേഷമായിരിക്കും നമ്മുടെ നെയിമും കോഴ്സും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ സ്റ്റുഡൻറ്റ് 2015 എന്ന് പറയുന്ന ടേബിളിൽ എഫ് ഇൻകത്തിലേക്ക് പോയി ഹയ്യസ്റ്റ് എഫ് ഇൻകം മാർക്കാണ് എന്നുള്ളത് ഫെച്ച് ചെയ്തു. അതിനുശേഷം നെയിമും കോഴ്സും അവിടെ ഡിസ്പ്ലേ ചെയ്തു. ഇവിടെ ഫിഗർ 9.30 നമുക്ക് വന്നിട്ടുണ്ട് നിവേദിത ഹ്യൂമാനിറ്റീസ്. ആ കുട്ടിയുടെയാണ് ഏറ്റവും
ഹയസ്റ്റ് ആയിട്ട് വരുന്ന ഫാമിലി ഇൻകം ഉള്ളത്. അപ്പോൾ ഇതാണ് നെസ്റ്റഡ് കോഡിങ്. നെക്സ്റ്റ് നമ്മളുടെ ഈ ചാപ്റ്ററിൽ തന്നെ ലാസ്റ്റ് ടോപ്പിക്കാണ് വ്യൂസ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഡാറ്റാബേസിൽ ടേബിൾസ് വ്യൂസൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നമ്മൾ അപ്പം പറഞ്ഞതാണ് വ്യൂസ് പിന്നെ നമ്മൾ പറയും എന്നുള്ളത്. അപ്പോൾ കോൺസെപ്റ്റ് ഓഫ് വ്യൂസിലേക്ക് നമുക്ക് പോവാം. ഈ വ്യൂ എന്ന് പറയുന്നത് ഒരു വിർച്വൽ ടേബിളിനെയാണ് വ്യൂ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഡാറ്റാബേസിൽ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ടേബിൾസിൽ ഡാറ്റാസ് ഉണ്ട്, നമുക്ക് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യാം, മോഡിഫൈ ചെയ്യാം, ഫെച്ച് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലേ. ഇനി വ്യൂ എന്ന് പറയുന്നത് ഒരു ടേബിൾ പോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ വ്യൂ. പക്ഷേ വ്യൂ ആയിട്ടിരിക്കുന്ന, അതായത് വ്യൂ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ടേബിൾ വിർച്വൽ ടേബിളാണ്. അതായത് അത് ഓൾറെഡി നമ്മുടെ ഒരു ഡാറ്റാബേസിലും എക്സിസ്റ്റ് ഉണ്ടാവില്ല. അതായത് നമുക്ക് ഡാറ്റാബേസിലൊന്നും അതിനെ കാണാൻ പറ്റില്ല. വിർച്വൽ ടേബിളിൽ നമുക്ക് ജസ്റ്റ് കുറച്ച് ഒരു ടേബിളിൽ നിന്ന് ഒരു പ്രത്യേകം റോകളൊക്കെ എടുത്ത് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് കുറച്ച് റോസൊക്കെ എടുത്ത് അല്ലെങ്കിൽ ടപ്പിൾസൊക്കെ എടുത്തിട്ട് നമ്മൾ വിർച്വലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടേബിളിനെയാണ് നമ്മൾ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരിക്കലും ഡാറ്റാബേസിൽ ഉണ്ടാവില്ല. അത് നമ്മൾ സെപ്പറേറ്റ് നമുക്ക് ഡാറ്റാസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് DML കമാൻഡായിട്ടുള്ള ക്രിയേറ്റ് വ്യൂ എന്ന് പറയുന്ന കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. അതിൻ്റെ സിൻടാക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ക്രിയേറ്റ് വ്യൂ, വ്യൂ നെയിം. അതായത് വ്യൂ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് വ്യൂ, വ്യൂവിന് പേര് കൊടുക്കുക. അതിനുശേഷം ആസ് സെലക്ട് കോളം കോമ എത്ര കോളം എന്നുണ്ടെങ്കിൽ അത് എഴുതുക. ഫ്രം ടേബിൾ നെയിം വേർഡ് കണ്ടീഷൻ. ബാക്കിയൊക്കെ നമ്മൾ നോർമലി ഫെച്ച് ചെയ്യാനായിട്ട് എഴുതുന്ന പോലെ തന്നെ കാര്യങ്ങൾ. അത് ഏത് വ്യൂവിലേക്കാണ്, അതായത് നമ്മൾ ക്രിയേറ്റ് വ്യൂ നെയിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്ന സെലക്ട് കുറി നമുക്കൊരു പ്രത്യേകം ഡാറ്റാബേസിലായിരിക്കില്ല അതിൻ്റെ മാറ്റങ്ങൾ വരുത്തുക, അല്ലെങ്കിൽ അതിനെ വ്യൂ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഒരു ടേബിളിലേക്കായിരിക്കും അതിൻ്റെ ഡാറ്റാസ് വരിക. അത് വിർച്വലി ഉള്ള ടേബിളായിരിക്കും, ഡാറ്റാബേസിൽ ഇല്ലാത്തൊരു ടേബിളായിരിക്കും. അതാണ്. അപ്പോൾ ഈ രീതിക്കായിരിക്കും നമ്മൾ സിൻടാക്സ് ചെയ്താൽ ക്രിയേറ്റ് വ്യൂ, വ്യൂ നെയിം, ആസ് സെലക്ട് കോളം നെയിം, ഫ്രം ടേബിൾ നെയിം, വേർഡ് കണ്ടീഷൻ. നമുക്ക് എക്സാമ്പിൾസ് എഴുതുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ് us create a view that contains the details of only those students who were born before January 1st, 1999. ക്വസ്റ്റൻ എന്താണ്? ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യണം. ആ വ്യൂ ടേബിളിൽ എന്താണ് വേണ്ടത്? അതായത് ജാനുവരി 1st, 1999 അതിന് മുൻപ് ജനിച്ചിട്ടുള്ള കുട്ടി, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് അതിന് മുന്നേ ആയിട്ടുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് ആയിരിക്കണം വ്യൂവിൽ കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വ്യൂ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വ്യൂവിന് പേര് കൊടുക്കണം. അത് സ്റ്റുഡൻറ്റ് 1998 അതാണ് നമ്മൾ പേര് കൊടുക്കാൻ പോകുന്നത് വ്യൂവിന്. അപ്പോൾ ക്വറി 9.40 നോക്കുക. ക്രിയേറ്റ് വ്യൂ സ്റ്റുഡൻറ്റ് 1998 അതാണ് നമ്മുടെ വ്യൂവിൻ്റെ പേര്, സ്റ്റുഡൻറ്റ് 1998. ഇനി അതിലെന്താ വേണ്ടത്? ഡേറ്റ് ഓഫ് ബർത്ത് 1999 ജാനുവരി 1 മുന്നുള്ള കുട്ടികളായിരിക്കണം അല്ലേ. അപ്പോൾ അത് നമ്മുടെ സ്റ്റുഡൻറ്റ് 2015 എന്ന് പറയുന്ന ടേബിളിൽ നിന്നാണ് ഡാറ്റ എടുക്കുന്നത്. അപ്പോൾ നോക്കുക. ആസ് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് 2015 വേർഡ് DOB ലെസ് ദാൻ 1999 അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അപ്പോൾ DOB ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന ഡേറ്റിന് താഴെയുള്ള കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യും? സ്റ്റുഡൻറ്റ് 1998 എന്ന് പറയുന്ന വ്യൂവിൽ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ വ്യൂ, അതായത് സ്റ്റുഡൻറ്റ് 1998 എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. അതിന് DESC സ്റ്റുഡൻറ്റ് 1998 ഡിസ്ക്രൈബ് സ്റ്റുഡൻറ്റ് 1998 എന്ന് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഫിഗർ 9.31 പോലെ നമ്മളുടെ സ്റ്റുഡൻറ്റ് 1998 എന്ന് പറയുന്ന വ്യൂവിൻ്റെ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. അതിലെത്ര ഫീൽഡുകളുണ്ട്, ടൈപ്പ് ഉണ്ട്, നൾ വാല്യൂസ്, കീ, ഡീഫോൾട്ട് എന്നൊക്കെ വേണ്ടി നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ വ്യൂ കാണണമെന്നുണ്ടെങ്കിലോ എന്തായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്ത വ്യൂ? സ്റ്റുഡൻറ്റ് 1998 വന്നിട്ടുള്ള ഡാറ്റ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് 1998. അപ്പോൾ നമുക്കിവിടെ ഫിഗർ 9.32 കാണുന്ന പോലെയുള്ള ടേബിൾ വരും. അത് സെയിം നമ്മുടെ സ്റ്റുഡൻറ്റ് 2015 ടേബിൾ തന്നെ. അത് നമ്മൾ വിർച്വൽ ഒരു ടേബിളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണാം ഇതിൽ DOB
1998 ആയിട്ടുള്ള കുട്ടികളാണ്. അതായത് 1999 ജനുവരി 1 മുന്നേ ജനിച്ചിട്ടുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വ്യൂ ക്രിയേറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് അപ്ഡേറ്റ് ഡിലീറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. ഇപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നാം, ഇപ്പോൾ വ്യൂ വെച്ചിട്ട് നമ്മൾ അപ്ഡേറ്റും ഡിലീറ്റും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആക്ച്വലി ഉള്ള സ്റ്റുഡൻറ്റ് 2015 എന്ന് പറയുന്ന ടേബിളിനെ അത് അഫക്റ്റ് ചെയ്യുമോ? നമുക്കൊരു ഡൗട്ട് തോന്നാം. ഇപ്പോൾ വ്യൂ ക്രിയേറ്റ് ചെയ്തു, വ്യൂവിൽ നമ്മൾ റിട്രീവ് ചെയ്തു, സെലക്ട് ചെയ്തു, അപ്ഡേറ്റ് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് 2015 എന്ന് പറയുന്ന ടേബിളിനെ അത് അഫക്റ്റ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാണ്, നമ്മുടെ വ്യൂവിനെ അപ്ഡേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ക്വറി 9.41 നോക്കുക. അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ അപ്ഡേറ്റ് കമാൻഡ് അല്ലേ. അപ്പോൾ അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് 1998, അതായത് വ്യൂവിനെ അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. സെറ്റ് REGNO = 2201,020. അതായത് സെറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത് പുതുതായിട്ട് ആഡ് ചെയ്യാനുള്ള ഡാറ്റയാണ്. വേർഡ് അഡ്മിഷൻ നമ്പർ = 1001. അതായത് എന്താ അതിൻ്റെ അർത്ഥം? അഡ്മിഷൻ നമ്പർ 1001 ആയിട്ടുള്ള കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ ഇന്നതായിരിക്കണം. അതായത് 2201,020 അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് 2015 എന്ന് പറയുന്ന കമാൻഡ് റൺ ചെയ്യുമ്പോൾ ഇവിടെ ഫിഗർ 9.33 കാണാൻ പറ്റും. അതായത് ഇത് നമ്മുടെ ബേസ് ടേബിളാണ്, ആക്ച്വൽ ടേബിളാണ്. ആ ഒരു ടേബിളിൽ അഡ്മിഷൻ നമ്പർ 1001, അതിൻ്റെ നേരെ രജിസ്റ്റർ നമ്പർ അപ്ഡേറ്റ് ആയിട്ടുള്ളതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? വ്യൂ യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു അപ്ഡേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും അതിൻ്റെ ബേസ് ടേബിളിനെ, നമ്മൾ ബേസ് ടേബിൾ എന്ന് പറയുന്നത് എന്താ, ഏത് ടേബിളിൽ നിന്നാണോ ഡാറ്റാസ് എടുത്ത് വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ടേബിളിനെയാണ് നമ്മൾ ബേസ് ടേബിൾ എന്ന് പറയുക. എവിടെ നിന്നാണോ ക്രിയേറ്റ് ചെയ്തത് അതിനെയാണ് ബേസ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻറ്റ് 2015 ആണ് ഇവിടെ ബേസ് ടേബിൾ, സ്റ്റുഡൻറ്റ് 1998 ആണ് വ്യൂ. മനസ്സിലായല്ലോ? അപ്പോൾ വ്യൂ യൂസ് ചെയ്തിട്ട് നമ്മളൊരു അപ്ഡേഷൻ നടത്തി കഴിഞ്ഞാൽ ബേസ് ടേബിളിനെ എന്തായാലും അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വ്യൂ അതിനെ നമുക്ക് കളയണം, ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് എന്ന് പറയുന്ന കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാം. ഡ്രോപ്പ് വ്യൂ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം. ഇവിടെ ക്വറി 9.42 നമ്മൾ സ്റ്റുഡൻറ്റ് 1998 എന്ന് പറയുന്ന വ്യൂവിനെ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിലെന്ത് എഴുതിയിട്ടുള്ളത്? ഡ്രോപ്പ് വ്യൂ സ്റ്റുഡൻറ്റ് 1998 സെമിക്കോളൻ. ഇത്ര ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വ്യൂ അവിടെ റിമൂവ് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കമാൻഡ്സും അതിൻ്റേതായിട്ടുള്ള ക്വറിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്.